കോഴിക്കോട് ബാലുശ്ശേരിയിലെ റിയൽ എസ്റ്റേറ്റുകാരൻ മാമി എന്ന മുഹമ്മദ് അട്ടൂരിന്റെ തിരോധാന കേസ് പോലീസ് അട്ടിമറിക്കുന്നതായി മുഹമ്മദ് അട്ടൂര് തിരോധാന ആക്ഷൻ കമ്മിറ്റി. മുഹമ്മദ് അട്ടൂരിനെ കാണാതായി 10 മാസം കഴിഞ്ഞിട്ടും അന്വേഷണം എവിടെയും എത്താത്തത് ബാഹ്യ ഇടപെടൽ മൂലമാണെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നുണ്ട്. കേസ് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. 2023 ആഗസ്റ്റിലാണ് ബിസിനസ് രംഗത്തെ പ്രമുഖനും സാംസ്കാരിക രംഗത്തെ അടക്കം ശ്രദ്ധേയ സാന്നിധ്യവുമായ മുഹമ്മദ് അട്ടൂരിനെ കാണാതായത്. കോഴിക്കോട് അരയിടത്തുപാലത്തെ ഓഫീസിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ മുഹമ്മദ് അട്ടൂരിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്യുകയും നിരവധി CCTVകൾ പരിശോധിക്കുകയും ചെയ്തെങ്കിലും ഒരു പുരോഗതിയും ഉണ്ടായില്ല. എന്നാൽ തുടക്കം മുതൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്ന ആരോപണം കുടുംബത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരു സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചു. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നതായും ഇത് മാമി തിരോധാന കേസ് അട്ടിമറിക്കാനാണെന്നും അതിനു പിന്നിൽ ഉന്നത ഇടപെടലുള്ളതായും കുടുംബം ആരോപിക്കുന്നു. നടക്കാവ് CIയുടെ നേതൃത്വത്തിലായിരുന്നു ഈ അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. അന്നത്തെ നടക്കാവ് CI പിന്നീട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ണൂരിലേക്ക് സ്ഥലം മാറുകയും പുതിയ CI തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി ഇവിടേക്ക് വരികയുണ്ടായി. എന്നാൽ അദ്ദേഹം പുതുതായി വന്ന CI വന്ന സമയത്ത് അന്വേഷണത്തിൽ ചെറിയ ചെറിയ പുരോഗതികൾ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. പക്ഷെ വീണ്ടും പഴയ ഉദ്യോഗസ്ഥൻ തന്നെ തിരികെ വന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് കാലം ഈ കേസുമായി അദ്ദേഹം അന്വേഷിച്ച ആളാണ്. അത് തീർത്തും പരാജയമായിരുന്നു എന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പുതിയ ഒരു അന്വേഷണ ഏജൻസിയെ ഈ കേസ് ഏൽപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യം. ഇതിന്റെ ഭാഗമായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സായാഹ്നവും ഒപ്പുശേഖരണവും നടത്തി. ജനം, കോഴിക്കോട്.